തെരഞ്ഞെടുപ്പ് ചൂടിൽ തലസ്ഥാനത്തെ സ്ഥാനാർത്ഥികളും വോട്ടുറപ്പിക്കാൻ പ്രചരണം ശക്തമാക്കി മൂന്ന് മുന്നണികളും. ശാസ്തമംഗലത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥിയും മുൻ IPS ഉദ്യോഗസ്ഥയുമായ ആർ ശ്രീലേഖയ്ക്കൊപ്പം എസ് ശാലിനി ചേരുകയാണ്. പ്രത്യേക റിപ്പോർട്ട് കാണാം. മൂന്ന് മുന്നണികളും തലസ്ഥാനത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയതോടുകൂടി തലസ്ഥാനത്തെ പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭ അങ്ങനെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഞാനിപ്പം ഉള്ളത് ഒരു സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. ശാസ്തമംഗലത്തെ സ്ഥാനാർത്ഥി വെറും സ്ഥാനാർത്ഥിയല്ല, സംസ്ഥാന DGP ആയിരുന്നു, മുൻ IPS ഉദ്യോഗസ്ഥയാണ്. ആദ്യമായി ഒരു മത്സര രംഗത്തേക്ക് ആർ ശ്രീലേഖ എത്തുകയാണ്. രാഷ്ട്രീയത്തിലേക്ക് എത്തിയപ്പോൾ മുതൽ തുടങ്ങിയ വിവാദങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് എത്തിയപ്പോഴുമുണ്ട്. ആദ്യം തന്നെ ചായ കൊള്ളാമോ? അടിപൊളി, നല്ല ചായ. ചന്ദ്രചേട്ടന്റെ ചായക്കടയിൽ എപ്പോഴും ചർച്ചാ വിഷയം രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു സായാഹ്നം? വളരെ ഓർമ്മിക്കുന്ന ഒരു സായാഹ്നമായിരിക്കും ഇത്. എനിക്ക് തോന്നുന്നു എന്റെ ജീവിതാന്ത്യം വരെ ഞാൻ ഈ ചായയും ഈ ചായക്കടയും നിങ്ങളെയൊക്കെ ഓർക്കും. ഒരു പുതിയ തുടക്കമല്ലേ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുന്നതിന് മുൻപേ വിവാദങ്ങൾ ഒരുപാട് വേട്ടയാടി. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ വിവാദം, ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയപ്പോൾ വിവാദം, വ്യക്തിഹത്യ അടക്കം നടക്കുന്ന ഒരു സാഹചര്യം. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിച്ചു എന്ന് തന്നെയാണോ പറയുന്നത്? തീർച്ചയായിട്ടും വിജയത്തിനൊന്നും ഒരു കുഴപ്പം ഉണ്ടാവില്ല, അത് ഉറപ്പിച്ചു തന്നെയാണ്. എനിക്ക് മാത്രമല്ല, എന്റെ കൂടെയുള്ള എല്ലാ BJP-യിലെ സ്ഥാനാർത്ഥികൾക്കും വിജയം ഉറപ്പാണ്. അവർക്ക് പേടിയുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നി ഇതുപോലെയുള്ള അപവാദ പ്രചരണം. കാക്കി കുപ്പായത്തിൽ നിന്ന് രാഷ്ട്രീയ കുപ്പായം ബുദ്ധിമുട്ടുണ്ടോ, പ്രയാസമാണോ? അത് ഇതിൽ എളുപ്പം ഏതാണ്? എനിക്കിഷ്ടമാണ് ഇത്. അതും ഇഷ്ടമായിരുന്നു, ഇതും ഇഷ്ടമാണ്. രണ്ടും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. പക്ഷെ രണ്ടിന്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ജനസേവനം, സമൂഹ സേവനം എന്ന് പറയുന്നത്. അതുകൊണ്ട് രണ്ടും എന്റെ കാഴ്ചപ്പാടിൽ രണ്ടും ഒരുപോലെയാണ്. പക്ഷെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന കുപ്പായമായതുകൊണ്ട് ഇതിനോട് എനിക്ക് പ്രത്യേക സ്നേഹമുണ്ട്. BJP സംബന്ധിച്ചിടത്തോളം ശാസ്തമംഗലം സിറ്റിംഗ് സീറ്റാണ്, കൂടെ കൗൺസിലറുണ്ട്. എങ്ങനെയാണ് ഇനിയിപ്പോൾ അടുത്ത മാറ്റം, ഭരണ തുടർച്ച എന്നതിനപ്പുറം എന്തൊക്കെയാണ് ശാസ്തമംഗലത്തെ സമഗ്ര മാറ്റം ആ ശ്രീലേഖ കൗൺസിലറായി കൊണ്ടുവരാൻ? ഇല്ല, വലിയ മാറ്റം, എല്ലാ മാറ്റങ്ങളും ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ മധു സാർ, അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാ മാറ്റവും. ഇനിയിപ്പോൾ ജനങ്ങൾ പറയുന്നത് പോലെയുള്ള മാറ്റമാണ് ചെയ്യേണ്ടത്. എവിടെയൊക്കെയാണോ ഇനിയും പ്രശ്നങ്ങൾ ഉള്ളതെന്ന് വെച്ചാൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ചില സ്ഥലങ്ങളിൽ തെരുവ് വിളക്ക് കത്തിക്കാതെ ഉണ്ടാവും, ചിലയിടത്ത് മാലിന്യ സംസ്കരണം പ്രയാസമുള്ളതുണ്ടാവും, ചിലയിടത്ത് വെള്ളം കെട്ടിക്കിടപ്പുണ്ടാവും, കുടിവെള്ളം ഇല്ലാത്തവരുണ്ടാവും, ചിലപ്പോൾ കോർപ്പറേഷനിൽ നിന്ന് തന്നെ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുണ്ടാവും. അഴിമതിയുടെ പേരിലോ അല്ലെങ്കിൽ എന്തിന്റെയെങ്കിലും കാലതാമസത്തിന്റെ പേരിലോ ഒക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ സഹായിക്കാനും വികസനം മുൻനിർത്തിയുള്ള ഒരു പരിഹാര മാർഗം ഇപ്പോൾ നമ്മുടെ BJP-യുടെ AI ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും സാങ്കേതിക വിദ്യ കൊണ്ട് ഓഫീസിലേക്ക് വരാതെ ഭരണം നിങ്ങളുടെയൊക്കെ വീട്ടുമുറ്റത്തെത്തിക്കുന്ന രീതിയിലുള്ള ഒരു സമ്പ്രദായം കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും കൂടെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അഴിമതി ഇല്ലാതാക്കുക എന്നതാണ് ഏറ്റവും മുഖ്യമായ കാര്യം. പിന്നെ വികസനം, ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മേയർ, ഡെപ്യൂട്ടി മേയർ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഒരു വനിതാ മേയർ വീണ്ടും ഉണ്ടാകും, ഒരു ഡെപ്യൂട്ടി മേയർ ആയിരിക്കുമോ ശാസ്തമംഗലത്ത് നിന്ന് വരിക? ഒന്നും പറയാറായിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മത്സരിക്കുക, വിജയിക്കുക, ഏറ്റവും കൂടുതൽ സീറ്റുകൾ കരസ്ഥമാക്കുക, കോർപ്പറേഷനിൽ BJP ഭരിക്കുക, ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പിന്നീട് തീരുമാനിക്കും. നമുക്കൊപ്പം ഇനി ചേരാൻ പോകുന്നത് എക്സ് കൗൺസിലർ മധുസാറാണ്. മധുചേട്ടൻ എപ്പോഴും ജനൻ ടിവിക്ക് ഒപ്പം ചേരാറുണ്ട്. മധുചേട്ടാ, ഒരു വിശ്വസ്തമായ കൈകളിലേക്ക് ആ സീറ്റ് അങ്ങനെ കൊടുക്കുക? തീർച്ചയായിട്ടും ജനങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. ശാസ്തമംഗലത്തെ നിവാസികൾക്ക്, ശാസ്തമംഗലംകാർക്ക് എന്നെപ്പോലെ തന്നെ ശ്രീലേഖ മാഡത്തിനെ വിശ്വസിക്കാം. ശ്രീലേഖ മാഡത്തിനോടൊപ്പം ഒരുപറ്റം പ്രവർത്തകരുണ്ടാവും. അവരെല്ലാം മാഡം കൗൺസിലർ ആയിക്കഴിഞ്ഞാൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇവിടെയുള്ള എല്ലാ പ്രവർത്തകരും പൊതുസമൂഹം മാഡത്തിനോടൊപ്പം ഉണ്ടാവും, അതിനൊരു സംശയമില്ല. ഇവിടെ ഒരു ആശങ്ക, മാഡം DGP ഇരുന്നതല്ലേ, അപ്പോൾ താഴെയുള്ള ജനങ്ങളുടെ അടുത്ത് എത്തുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. മാഡം താഴെയുള്ള ജനങ്ങളുടെ അടുത്തേ എത്തും, അതൊരു സംശയമില്ല. എല്ലാ വിഭാഗം ജനങ്ങളെ ഒരേപോലെ തന്നെ കണ്ടുകൊണ്ട് തന്നെയായിരിക്കും മാഡത്തിൻ്റെ പ്രവർത്തനം, അതിനൊരു സംശയമില്ല. നമ്മളെല്ലാം കൂടെ മാഡത്തിനോടൊപ്പം. മാഡത്തിന് ഒരു ആശങ്ക വേണ്ടെന്ന് ഞാൻ രാവിലെ മാഡത്തിനെ വീട്ടിൽ പോയി കണ്ടപ്പം പറയുകയുണ്ടായി. ഒരാശങ്ക. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതുപോലെ തലസ്ഥാനത്ത് മാറാത്തതിന് മാറും. തീർച്ചയായിട്ടും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മാറാത്തത് തലസ്ഥാനത്ത് മാറുകയാണ്. ശക്തയായ ഒരു വനിതാ സ്ഥാനാർത്ഥി തന്നെ ശാസ്തമംഗലത്ത് എത്തിച്ചിരിക്കുകയാണ്. പ്രചരണ ചൂടിലാണ്. എന്തായാലും പ്രചരണ ചൂടിൽ വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ നമുക്ക് കാണാം. ഇന്നു മുതൽ പ്രചരണം ശക്തമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ മേഖലയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തന്നെയാണ് ആർ ശ്രീലേഖയുടെ തീരുമാനം, പാർട്ടിയുടെയും ഔദ്യോഗിക പ്രഖ്യാപനം. BJP സംസ്ഥാന ഉപാധ്യക്ഷയും സ്ഥാനാർത്ഥിയുമായ ആർ ശ്രീലേഖ IPS-നൊപ്പം എസ് ശാലിനിയാണ് ചേർന്നത്.